കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിലെ വെള്ളിപ്പറമ്പ് അത്തർവാല നെടുംപറമ്പ് കുന്ന് പൊളിച്ചിട്ട് 2 വർഷമാവുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർ നിരന്തരമായ അപകടത്തിൽപ്പെടുന്നു. ഓരോ പഞ്ചായത്തിലും പൊളിച്ചിട്ടിരിക്കുന്നത് 20-ലേറെ ഗ്രാമീണ റോഡുകളാണ്. കോഴിക്കോട് ജില്ലയിൽ കരാറുകാർക്ക് ലഭിക്കാനുള്ളത് 630 കോടി രൂപയാണ്. എന്ത് കിട്ടും ആർക്കറിയാം? സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, എന്താണ് അവിടുത്തെ അവസ്ഥ? അതുകൂടി ഒന്ന് പറയൂ. അരുൺകുമാർ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ കരാറുകാർ അനിശ്ചിതകാല സമരം തുടങ്ങുന്നതിന് മുൻപ് ഞാനാണ് ഈ വിഷയം കോഴിക്കോട് നിന്ന് ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് നമ്മുടെ ഇടുക്കിയിലെ പ്രതിനിധി സന്ദീപ് രാജക്കാടിനോട് പറഞ്ഞ് അദ്ദേഹം മന്ത്രി റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടിരുന്നു. മന്ത്രിക്ക് ഈ വിഷയങ്ങൾ അറിയാം, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന് മന്ത്രി അന്ന് പറഞ്ഞതാണ്. പിന്നീട് വാട്ടർ അതോറിറ്റി തിരുവനന്തപുരത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഞാൻ തന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു, ഈ വിഷയങ്ങൾ ചോദിച്ചു. പക്ഷേ അവരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ തയ്യാറല്ല. അവരും ഈ വിഷയങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നു, ഈ ഫണ്ടിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെയാണ് അനിശ്ചിതകാല സമരം തുടങ്ങി 1.5 മാസം കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന റോഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അതായത് പണ്ടുള്ള ഒരു 40-40 വർഷം മുൻപുള്ള ഗ്രാമീണ റോഡുകളുണ്ടല്ലോ, മൺപാതകൾ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് ഈ പഞ്ചായത്തിലുള്ള മിക്ക റോഡുകളും മാറിയിരിക്കുകയാണ്. ടാർ എവിടെയും കാണാനില്ല. ടാർ മുഴുവൻ പൊളിച്ച് നീക്കി പൈപ്പിട്ട് മുഴുവൻ കുത്തി പൊളിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് അത്തർവാല റോഡാണ്. ഇതുപോലെ കോഴിക്കോട് ജില്ലയിലുള്ള പഞ്ചായത്തുകളിലെ ഒരു 20-30 റോഡുകൾ, ഗ്രാമീണ പാതകൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഇത് 2 വർഷത്തിലേറെയായി പൊളിച്ചിട്ടിരിക്കുന്ന റോഡാണ്. ഇതിൽ നടന്നു പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്ന വാഹനമുണ്ട്. ഇതൊരു സ്കൂൾ വാഹനമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അങ്ങനെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്നതാണ്. ഏറ്റവും അപകടം എന്ന് പറയുന്നത് 2 വീലർ പോകുന്നവരാണ്. അവരൊക്കെ തന്നെ സ്കിട്ടായിട്ട് തെന്നി വീഴുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. മഴക്കാലമായാൽ വെള്ളം കയറി റോഡ് വീണ്ടും തകരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ചേട്ടാ, എല്ലാവരും ഒന്ന് പരാതി പറഞ്ഞ് നിങ്ങളോടായിരിക്കുമല്ലോ, നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ഇത് സംബന്ധിച്ച് വളരെ പ്രയാസകരമായ സാഹചര്യം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. വളരെ പഴക്കമുള്ള റോഡാണ്. സദ്ഭാവന വേൾഡ് സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡാണ്. ഈ റോഡ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ച് മനോഹരമായിട്ട് ധാർ ചെയ്ത റോഡായിരുന്നു. ഒരു 2 വർഷങ്ങൾക്ക് അപ്പുറത്താണ് ഈ റോഡ് ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളയെടുത്ത് കീറിയത്. നമ്മളെ ദൂരേക്ക് നോക്കിയാൽ കാണാം മൺപാത പോലെ തന്നെ. ടാറിങ് എവിടെയും കാണാനില്ല. ദൂരേക്ക് നോക്കൂ, മുഴുവൻ മണ്ണാണ്. ആ രീതിയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. ആളുകൾ കുറേ വീണിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ ദിവസവും വീഴലും അതേപോലെ തന്നെ സ്കൂൾ വാഹനങ്ങളൊക്കെ കുട്ടികളെ കയറ്റാൻ വരൂല എന്നുള്ള പരാതിയും പരിഭവങ്ങളൊക്കെ നിലനിൽക്കുക. ഒരുപാട് പ്രയാസങ്ങൾ. ഇത് സംബന്ധിച്ച് വേറെ ഒരു ആക്ഷേപമുള്ളത്, ഇതിൽ ഫണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇതിന് ഫണ്ട് ആദ്യമേ കെട്ടിവെച്ചതാണ്. ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടതാണെന്നുള്ള പ്രചരണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തെറ്റിദ്ധാരണ കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഇത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണ്. തീർച്ചയായിട്ടും സിനോജ്, മാത്രമല്ല ഇവരൊക്കെ തെരഞ്ഞെടുപ്പിന് ഇനി പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നത് ഞങ്ങളുടെ റോഡ് ശരിയാക്കിയില്ലല്ലോ, പിന്നെന്തിനാ വോട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വാർഡ് മെമ്പർമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തകർന്നു കിടക്കുന്ന റോഡുകളാണ്. ജല അതോറിറ്റിയാണ് ആ റോഡ് പലപ്പോഴും നന്നാക്കി എടുക്കേണ്ടത്. പക്ഷേ അവരത് ചെയ്യുന്നില്ല. കുഴിച്ചിട്ട് വൃത്തികേടാക്കിയിട്ട് പോകും. അതിനുശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ കരാറുകാർ പണിമുടക്കിയെ തുടർന്ന് 10,000 കിലോമീറ്ററോളം കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്നതിൻ്റെ നേർചിത്രമാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.